ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വലിയ ഹൈപ്പില്ലാതെ രണ്ട് പ്രധാനപ്പെട്ട മലയാളം സിനിമകൾ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അതിലൊന്ന് ലവ്ലി ആണെങ്കിൽ മറ്റൊന്ന് സംശയമാണ്. രണ്ട് സിനിമകളുടെയും ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുന്ന സിനിമയായിട്ട് സംശയം എന്ന സിനിമ തന്നെ മാറിയിരിക്കുകയാണ്. വിനയ് ഫോർട്ടിന് കഴിഞ്ഞ വർഷം ആട്ടമാണെങ്കിൽ ഈ വർഷം സംശയം എന്ന സിനിമയാണ് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുന്ന സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നല്ലൊരു ഫാമിലി ഡ്രാമ സിനിമ എന്നൊരു അഭിപ്രായം നേടിയെടുത്ത സിനിമ ആദ്യ പകുതി സ്ലോ പേസ് ആണെങ്കിൽ രണ്ടാം പകുതി വളരെ മികച്ചു നിൽക്കുന്നു എന്നൊരു അഭിപ്രായം നേടിയെടുത്തിട്ടുണ്ട്. ടെക്നിക്കലി ഒരു ഇത്തിരി വീക്കായി പോയി എന്നൊരു അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ പോലും സംശയം എന്ന സിനിമ തന്നെയാണ് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ വിന്നർ. ഇനി ലവ്ലി എന്ന 3D സിനിമയിലേക്ക് വരികയാണെങ്കിൽ നേരെ തിരിച്ചുള്ള അഭിപ്രായമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ടെക്നിക്കലി മികച്ചു നിൽക്കുന്നു, ഈച്ച മികച്ചു നിൽക്കുന്നു, VFX എല്ലാം തന്നെ മികച്ചു നിൽക്കുന്നു, എന്നാൽ ബാക്കിയെല്ലാം തന്നെ വളരെ താഴെ പോയിരിക്കുന്നു എന്നൊരു അഭിപ്രായമാണ് ലവ്ലി എന്ന സിനിമ ആദ്യ ദിവസം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. മാത്യു തോമസ് നായകനെ എത്തിയ സിനിമയ്ക്ക് ബിലോ ആവറേജ് നെഗറ്റീവ് അഭിപ്രായമാണ് കൂടുതലായിട്ട് ആദ്യ ദിവസം തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ലവ്ലി എന്ന സിനിമ അഭിപ്രായങ്ങളിലെ താഴെ പോയിരിക്കുകയാണ്. ഇനി ബോക്സ് ഓഫീസിലേക്ക് ഉറ്റു നോക്കുകയാണെങ്കിൽ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിലവിൽ 10 ലക്ഷത്തിൽ താഴെയാണ് സിനിമയുടെ കേരള ട്രാക്ക് ചെയ്യപ്പെട്ട ഗ്രോസ് കളക്ഷൻ. അപ്പോൾ ആദ്യ ദിവസത്തെ സിനിമയുടെ കേരള എസ്റ്റിമേറ്റ് ഗ്രോസ് 20 ലക്ഷത്തോളം രൂപയാണ്. ലവ്ലി എന്ന സിനിമയുടെ അടുത്ത ദിവസങ്ങളിലെയും കളക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇനി അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നായ നരിവേട്ട എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ടൊവിനോ നായകനായി എത്തുന്ന നരിവേട്ട മെയ് 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസിന് ഒരാഴ്ച മുന്നേ തന്നെ സിനിമയ്ക്ക് ഒരു പ്രിവ്യൂ ഷോ നടന്നിരിക്കുകയാണ്. ആ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രിയോടെ പുറത്തു വരുമ്പോൾ വൻ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നരിവേട്ട എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇമോഷണലി വളരെയധികം ഞെട്ടിക്കാൻ പോകുന്ന സമീപകാലത്തെ മലയാളം സിനിമയായിട്ട് നരിവേട്ട മാറുമെന്നും ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് സിനിമയിലേതെന്ന് തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് വരുന്നത്. അപ്പോൾ നരിവേട്ട പ്രിവ്യൂ ഷോ കൊണ്ട് തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. ഇനി റെഗുലർ ഷോയ്ക്കു ശേഷമുള്ള യഥാർത്ഥ അഭിപ്രായങ്ങൾ അടുത്തയാഴ്ച അറിയാനായിട്ട് കാത്തിരിക്കാം.